കുരങ്ങിനുള്ള മരുന്ന് എങ്ങനെ നിർമ്മിക്കാം? നിങ്ങൾ സംശയങ്ങളൊന്ന് കുറിച്ച് വെച്ചോളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. 20 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വീപ്പ, ഒരു മൂടിയുള്ള ഒരു ബക്കറ്റ്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയാണ്: മത്തി 3 കിലോ, കിളിമീൻ 2 കിലോ, ശർക്കര 2 കിലോ, വേപ്പെണ്ണ 1 ലിറ്റർ, മുട്ട 5 എണ്ണം, കോഴിയുടേതോ താറാവിൻ്റെതോ ആവും. ഇത് കുരങ്ങിനുള്ള പ്രതിരോധ മരുന്നാണ്. പക്ഷേ ഇത് കണ്ടുപിടിച്ചത് കുരങ്ങിനുള്ളതാണെങ്കിലും ഗോവയിൽ ഒരു വലിയ കശുമാവ് കർഷകൻ ഡ്രോൺ ഉപയോഗിച്ചത് തളിച്ചിട്ട് കാട്ടുപോത്ത്, മ്ലാവ്, കേഴമാൻ എന്ന് വേണ്ട എല്ലാം പോയി എന്നാ പറഞ്ഞു. ഒറ്റൊന്ന് പറമ്പിക്കേട്ടില്ല. ഇത് നമ്മുടെ പറമ്പിലാണെങ്കിലും പശു പുല്ല് തിന്നത്തില്ല, ആടും തിന്നത്തില്ല. ഇത് റെപ്പലൻ്റാണ്. ഒരു ഫോളിയർ ആപ്ലിക്കേഷനുള്ള വളമായിട്ടോ മരുന്നായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ആവശ്യമുള്ള സാധനം ഇതാണ്: ഒരു അടപ്പുള്ള വീപ്പ, മത്തി 3 കിലോ, കിളിമീൻ 2 കിലോ, ശർക്കര 2 കിലോ, വേപ്പെണ്ണ 1 ലിറ്റർ, ബാർ സോപ്പ് 30 ഗ്രാം ഈ വേപ്പെണ്ണ ലഭിക്കാൻ വേണ്ടി, മുട്ട 5 എണ്ണം, ഏതെങ്കിലും മൃഗത്തിൻ്റെ 1/2 കിലോ മാംസം. ഇനി ഇതിൻ്റെ നിർമ്മാണ രീതി പറയാം. ശർക്കര പൊടിച്ച് മീനുമായി കലർത്തി വയ്ക്കുക. 5 മുതൽ 7 ദിവസം വരെ. നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇത് ഉരുകി ഈ വെല്ലത്തിൻ്റെ ലായനിയുമായിട്ട് ചേർന്ന് വീപ്പയിലുണ്ടാവും. ഈ മീൻ നമുക്ക് ചൂടുവെള്ളത്തിലൊന്നും കഴുകുന്നതല്ല, കാരണം ഫോർമാലിൻ ചേർക്കാത്തത് കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് അതിൽ ബാക്ടീരിയ പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം. അപ്പം 5 മുതൽ 7 ദിവസം വരെ കഴിഞ്ഞ് 30 ഗ്രാം ബാർ സോപ്പ് 5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം ഈ മീൻ ഇരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുക. ബാർ സോപ്പും വേപ്പെണ്ണയും കൂടി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ഈ ലായനിയിലേക്ക് 1/2 കിലോ മാംസം ചുട്ട് കരിച്ച് പൊടിച്ച് ചേർക്കുക. ഇനി ഇതെന്തിനാണെന്ന് പറയാം. മീൻ, മുട്ട, ഈ സാധനം മിശ്രിതം നമുക്കറിയാം. ഇതിന് അരോചകമായ മണം, രുചി സൃഷ്ടിക്കാൻ കഴിയും. ദേവഗണത്തിൽ പെടുന്ന കുരങ്ങ് നമ്മളിത് കൃഷിയിടത്തിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കയ്യിൽ പറ്റും. ഇതിന് ആഹാരം കഴിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ മേത്തിട്ട് തൂത്തോണ്ട് നടന്നു. ഈ മണം ഉള്ളിടത്ത് കുരങ്ങ് ഏര തേടി വരില്ല, ആഹാരം തേടി വരില്ല. അത് പിന്നെ പശു ആവട്ടെ, കാട്ടുപോത്താവട്ടെ, മ്ലാവാവട്ടെ, കേഴമാനാവട്ടെ ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇത് 1 ലിറ്ററോ 15 ലിറ്ററോ 20 ലിറ്ററോ നേർപ്പിച്ച് നമുക്ക് സ്പ്രേ ചെയ്യാം. ഇനി ഈ മാംസം ചുട്ട് കരിച്ച് എന്തിനാണ് ചേർക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹിന്ദു മിത്തോളജി അനുസരിച്ച് നമ്മൾ പണ്ടൊക്കെ സഞ്ചയനം നടത്തും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ വയനാട്ടിൽ, അതായത് അവിടെ പ്രായമുള്ള ആളുകൾ ഹിന്ദു ഇതനുസരിച്ച് മരിച്ചത് നമ്മൾ ദഹിപ്പിക്കും. മാവ് വെട്ടിയിട്ടാണ് ദഹിപ്പിക്കുക. ഈ ദഹിപ്പിച്ച സ്ഥലം ഒരു തറ പോലെ ഇങ്ങനെ കിടക്കും. നിങ്ങൾക്കും നിരീക്ഷിക്കുക. ഇപ്പോൾ പിന്നെ സംസ്കാരത്തിന് സംവിധാനങ്ങളായതുകൊണ്ടാണ്. 3-4 വർഷം അവിടെ ധാരാളം പുല്ല് വളർന്ന് നിൽക്കും. ആടോ പശുവോ പോത്തോ ഒരു ജീവിയും ആ പുല്ല് തിന്നില്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു, മനുഷ്യൻ്റെ ഘ്രാണശേഷി അപേക്ഷിച്ച് മൃഗങ്ങളുടെ ഘ്രാണശേഷി 120 മടങ്ങാണ്. അത് ഓരോ ജീവിക്കും വ്യത്യസ്തമായിരിക്കും. അപ്പം മാംസം കത്തിയ ഗന്ധമുള്ള സ്ഥലത്ത് ആരും വരില്ല, മൃഗങ്ങൾ ഇരതേടി വരില്ല എന്നോർത്ത് നമുക്കിത് ചുട്ട് ഇതാക്കാൻ പറ്റുമോ? ഇതിന് ഒരു ശാസ്ത്രീയമായ തെളിവുണ്ട്. അതായത് പെപ്പറിങ് എന്ന് പറയുന്ന ബയോഡൈനാമിക്കിലെ ഒരു രീതിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. എന്താണ് പെപ്പറിങ്? വളരെ പെട്ടെന്ന് ഞാൻ പറയാം. ഒരു ജീവിയെ പിടിച്ച് ചുട്ടുകരിച്ച് ഭസ്മമാക്കി അതിൻ്റെ വെള്ളത്തിൽ കലർത്തി അതിൻ്റെ പൊട്ടൻസി വർദ്ധിപ്പിച്ച ശേഷം കൃഷിയിടത്തിൽ സ്പ്രേ ചെയ്താൽ അതിനെ അകറ്റി നിർത്താം. അതായത് കൃഷിഗീത പറയുന്നു, ഒരു ജീവിയും അതിൻ്റെ ശ്മശാനത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് അകന്നു പോകും. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. പാമ്പ് സ്ഥിരമായി കയറുന്ന പൊത്തിൽ ഒരു ചെറിയ പാമ്പിനെ തല്ലിക്കൊന്ന് ആ പൊത്തിലേക്കിട്ടെ, ഇത് അവിടെ കിടന്ന് അഴുകി ദ്രവിച്ച് നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ പാമ്പ് ആ പൊത്തിൽ കയറില്ല. പരീക്ഷിച്ചോ? ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പം പന്നി എന്ന് പറയുന്ന ജീവി, വളരെ ചുരുക്കി പറയാം, പന്നി എന്ന് പറയുന്ന ജീവി മാലിന്യത്തിൽ നിന്ന് ശരീരപോഷണം സ്വീകരിക്കുന്ന ജീവിയാണ്. മാലിന്യത്തിൽ നിന്ന് ശരീരപോഷണം സ്വീകരിക്കുന്ന ജീവി. അതുകൊണ്ട് തന്നെ പന്നി മാംസം ഭക്ഷ്യയോഗ്യമല്ല എന്ന് യഹൂദ മതം നിഷ്കർഷിക്കുന്നു. യഹൂദ മതത്തിൽ നിന്ന് വേർതിരിഞ്ഞ ഇസ്ലാം മതം, പാഴ്സി മതം, യഹൂദര്, ഈ 3 മതസ്ഥരെ പന്നി മാംസം ഭക്ഷിക്കില്ല. നസ്രാണികൾ ഭക്ഷിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മാലിന്യത്തിൽ നിന്ന് പോഷണം സ്വീകരിക്കുന്ന ജീവിയുടെ മാംസം ആഹാരത്തിൽ ഉൾക്കൊള്ളിച്ചാൽ ഐക്യു, നമ്മുടെ ബുദ്ധിപരമായ വളർച്ചയെ അത് സ്വാധീനിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, കാൾ യൂങ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ശിശു ജനിക്കുന്ന പശ്ചാത്തലം
അതിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കും. അത് മൃഗങ്ങളാവട്ടെ മനുഷ്യനാവട്ടെ. അപ്പോൾ വിവേചനാധികാരം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ 5 തരം പച്ചമരുന്നുകളും വെള്ളത്തിൽ ലയിച്ചു പോകാത്ത തരം എണ്ണയുമാണ് ആവശ്യം. ഞാൻ ഫോർമുല തരുന്നില്ല, ഓരോ കർഷകർക്കും കണ്ടുപിടിക്കാം. 5 തരം പച്ചമരുന്നുകൾ, അത് പന്നി തിന്നാത്ത സാധനങ്ങൾ. ഈ സസ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് ഇരതേടില്ല. അങ്ങനെയെങ്കിൽ ഈ സസ്യത്തിൻ്റെ ഗന്ധം നമ്മുടെ കൃഷിയിൽ സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞാൽ പന്നി അവിടെ വന്നിട്ട് പോകും. കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള എൻ്റെ അനുഭവമാണ്. ഇന്ന് രാവിലെ വരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇതാണ്. അപ്പം ആനയ്ക്കും ഇത്തരത്തിലുള്ള റെപ്പലന്റ് മെഡിസിൻസ് ഉണ്ട്, ചിലവേറിയതാണ്. ഒരിക്കൽ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ബഹുമാനപ്പെട്ട തോമസേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. മുള്ളൻ പന്നിക്ക് പെപ്പറിങ് ഫലപ്രദമാണ്. മുള്ളൻ പന്നിക്ക് എല്ലാവരുടെയും പ്രശ്നം അതാണ്. തെങ്ങ് തിന്നുന്നു, അത് തിന്നുന്നു, ഇത് തിന്നുന്നു. പെപ്പറിങ് എന്ന് പറഞ്ഞാൽ മുള്ളൻ പന്നിയുടെ മുള്ള് ശേഖരിക്കുക. ഇത് ചുട്ടുകരിച്ച് പൊടിച്ച് ഭസ്മമാക്കിയ ശേഷം അതിൻ്റെ പൊട്ടൻസി വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ബയോഡൈനാമിക്കിൽ. അങ്ങനെ ആ ജലത്തിൽ കലർത്തി അതിനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മുള്ളൻ പന്നി ആ പ്രദേശത്ത് ഇരതേടി വരില്ല. നമ്മൾ ഈ വംശത്തെ ഇല്ലാതാക്കുകയല്ല, ഇതിനെ മാറ്റി നിർത്തുകയാണ്. ഇനി പെപ്പറിങ് എന്ന് പറയുന്ന രീതി നമ്മുടെ കേരള സമൂഹത്തിന് വളരെ പരിചിതമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഉഴവൂരെന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ? കുറച്ച് പ്രായമുള്ളവർക്കറിയാം. ഈ ഉഴവൂര് പ്രദേശത്ത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. അവർ കൊയ്ത്ത് കഴിഞ്ഞ വയലുകളിൽ എലികളുടെ മാളങ്ങൾ മാന്തി എടുത്തിട്ട് നെല്ലും എലിയെയും പിടിക്കും. ഈ എലിയെ അവർ ചുട്ട് ചമ്മന്തിയാക്കും, അല്ലെങ്കിൽ ചുട്ട് കഴിക്കും. ഇത്തരത്തിൽപ്പെട്ട ആളുകൾ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു കച്ചിത്തുറുവിൻ്റെ അടുത്തോ വന്നാൽ ഈ കച്ചിത്തുറുവിനകത്തുള്ള എലി ചാടി സ്ഥലം വിടും. എന്താണെന്നറിയാവോ? ഈ എലിയെ ചുട്ട് തിന്നുന്ന ആളിൻ്റെ വേർപ്പിൻ്റെ ഗന്ധം ആർക്ക് കിട്ടും? അപ്പോൾ എൻ്റെ ശത്രു വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഗവേഷണങ്ങൾ ഫലപ്രദമാണ്. ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 20 ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു വീപ്പ, 3 കിലോ മത്തി, 3 കിലോഗ്രാം മത്തി, നമ്മുടെ ഏറ്റവും മോശം മത്തി, അഴുകി തുടങ്ങിയ മത്തി, 2 കിലോഗ്രാം കിളിമീൻ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കിളിമീൻ ഭയങ്കര ഉളുമ്പ് നാറ്റമാണ്. മത്തിയും ശർക്കരയും ഈ കിളിമീനും കൂടെ മിക്സായി ഉരുകി കഴിയുമ്പോൾ ഭയങ്കര ഉളുമ്പ് നാറ്റമാണ്. അപ്പം കിളിമീൻ, 5 കോഴിമുട്ട. അത് ഈ വെല്ലവും മത്തിയും ശർക്കരയും പൊടിച്ചിടുന്ന കൂട്ടത്തിൽ 5 കോഴിമുട്ട കൂടി നമ്മൾ ഉടച്ചിടണം, തൊണ്ടോട് കൂടി. അതിൻ്റെ തൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഈ ചീമുട്ടയുടെ പ്രയോഗം അറിയാലോ, എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അത്രയും നല്ല ഗന്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഗന്ധമൊന്നും അനുഭവപ്പെടില്ല. പക്ഷേ മൃഗങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 മാസം വരെ ഇത് കൃത്യമായി കിട്ടും. വളരെ സിമ്പിളാണ്. അപ്പം ഞാൻ പറഞ്ഞ മത്തി, കിളിമീൻ എഴുതിയോ? കോഴിമുട്ട, 1 ലിറ്റർ വേപ്പെണ്ണ, 30 ഗ്രാം ബാർ സോപ്പ്. ഈ വേപ്പെണ്ണ ലയിപ്പിക്കാനാണ്. ഏതെങ്കിലും മൃഗത്തിൻ്റെ 1/2 കിലോ മാംസം. അത് ഞാൻ പറഞ്ഞു, അതിൻ്റെ കാരണവും പറഞ്ഞു. ക്ലിയർ ആയില്ലേ? ഓക്കെ.